Hi friends, welcome back to Spicy Food Pot. അപ്പോൾ നമ്മളിന്നോട് ഒരു അടിപൊളി മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തിന് ഒരു ബെല്ലൈക്കൺ വരും. അതിൽ നോൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അതിനിടെ ഞാനിവിടെ ഒരു 8 മത്തി നന്നായി കഴുകി വാഷ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ട മസാല എടുക്കാൻ നോക്കാം. 1 ടീസ്പൂണോളം സാധാ മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിന് കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിലേക്ക് നന്നായി പറ്റി കൊടുക്കാം കേട്ടോ. നന്നായി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇതേ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി പൊരിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെക്കുകയാണ്. പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്യാനാണ്, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. നമുക്ക് പൊള്ളിക്കാനുള്ളതല്ലേ, അപ്പോൾ മീൻ അധികം ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് മത്തി കയ്യിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3 to 5 മിനിറ്റ് മതി ഓരോ സൈഡും ആവാനായിട്ട്. മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. ഇത് നമ്മുടെ മീൻ 2 സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം. മീനൊക്കെ ഇപ്പോൾ ഞാൻ കോരി മാറ്റാണ് കേട്ടോ. ഈ ഒരു പരുവം മതി കേട്ടോ. മീൻ അധികം അങ്ങോട്ട് ഡ്രൈ ആയി പോരുത് മീൻ വറക്കുമ്പോൾ. ഇനി അടുത്തായിട്ട് നമുക്ക് മീനിലേക്ക് വേണ്ട മസാല റെഡിയാക്കാൻ പൊള്ളിക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു 5-8 വെളുത്തുള്ളി കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സ്പൂണിൽ 1 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ നന്നായി ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചായിരുന്ന ചെറുള്ളി സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളി, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് ബദലായിട്ട് ഉള്ളി മാത്രമായിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ മീൻ വറുത്ത് വെച്ചായിരുന്ന പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചായിരുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്നൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴണ്ടി വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതിപ്പോൾ ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, 1/4 ടീസ്പൂണോളം.
ഞാനിപ്പോൾ ഇവിടെ എരിവിനായിട്ട് കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കണം, 1 ടീസ്പൂണോളം. നിങ്ങൾ ഈ സമയത്ത് മുളക് പൊടി ഇടുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എന്തെങ്കിലും പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കണേ. പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി കേട്ടോ. അവിടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റി വയ്ക്കുക. നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മൂടി വയ്ക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്കിത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് നമുക്ക് വാഴയിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പം അതിനായിട്ട് വാഴയിലോടെ വാട്ടാണ് കേട്ടോ. വാഴയില വാട്ടാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴയില ചീന്തി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി വാട്ടിയിട്ട് തന്നെ വെച്ചോളൂ കേട്ടോ. നന്നായി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇലയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണേ. ഞാൻ പരത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. പരത്തി വെച്ച് കൊടുക്കാം. മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കറിവേപ്പില കുറച്ച് വെക്കുന്നുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി തന്നെ സവാളയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു 80% കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കെട്ടാം. അതിനായിട്ട് ആദ്യം 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം കേട്ടോ. 2 സൈഡിൽ നിന്ന് മടക്കി കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുത്തിട്ട് വാഴയുടെ വള്ളി കൊണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വാഴയുടെ വള്ളി തന്നെയാണ് കൊടുത്തേക്കണേ. അവിടെ ഒന്ന് 2 സൈഡും ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. അത് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ 2 സൈഡും ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. പിന്നെ അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന വാഴയുടെ പൊതി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ആയാലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡായിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. മത്തി പൊള്ളിച്ചതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ല ആവി പറക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി മത്തിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.